എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു കാർഷിക സംബന്ധമായിട്ടുള്ള സംസ്കാരം കേരളത്തിന് എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒന്നാണ്. അപ്പോൾ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടാണ് പല ആഘോഷങ്ങളെയും മലയാളി അനുഷ്ഠിക്കുന്നത്. അതിലേറ്റവും വിശേഷപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് ഈ കർക്കിടകം ചിങ്ങം മാസങ്ങളിലായിട്ട് നടക്കുന്ന, ചില സ്ഥലങ്ങളിൽ കർക്കിടക മാസം നടക്കും, ചില സ്ഥലങ്ങളിൽ ചിങ്ങത്തിലായിരിക്കും. വിശേഷപ്പെട്ട ഒരു ചടങ്ങാണത്. ഇല്ലം നിറ അല്ലെങ്കിൽ നിറപുത്തരി എന്ന് വിളിക്കപ്പെടുന്ന ചടങ്ങ്. ഈ ഒരു ഇല്ലം നിറയുടെയും നിറപുത്തരിയുടെയൊക്കെ കഥയാണ് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ എന്നാണ് എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളത്. കാണുന്നതിലൊക്കെ ഈശ്വരനാണ്. അത് ഏത് നിസ്സാരമായിട്ടുള്ള വസ്തു ആയിക്കോട്ടെ, അതിൽ ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ധർമ്മമാണ് നമ്മുടേത്. എങ്കിലും വിശേഷമായിട്ടുള്ള വസ്തുക്കളിൽ ദേവതാ ചൈതന്യങ്ങളെ സങ്കല്പിക്കുന്ന രീതി പണ്ട് മുതലേ നമുക്കുണ്ട്. ഇപ്പോൾ നോക്കൂ, ഒരു വാൽക്കണ്ണാടിയിലാണ് പലപ്പോഴും ഭഗവതിയെ പ്രതിഷ്ഠിക്കുക. അല്ലെങ്കിൽ ഏറ്റവും പരിശുദ്ധമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ് അഷ്ടമംഗല്യം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം. അതിലൊക്കെ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്ന് പറയാറുണ്ട്. ഇതുപോലെ നിരന്തരമായിട്ട് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ളതും അതിനോടൊപ്പം തന്നെ അന്നപൂർണാദേവിയുടെ സാന്നിധ്യമുള്ളൊരു വസ്തുവാണ് നെല്ല് അല്ലെങ്കിൽ നെൽക്കതിർ. അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കാർഷിക സമൃദ്ധിയുടെ സന്ദേശങ്ങൾ മലയാളിയിലേക്ക് എത്തുന്ന ഒരു അനുഷ്ഠാനമാണ് ഇല്ലംനിറ. സാധാരണ സമയങ്ങളിൽ ഇല്ലംനിറ നടക്കാറുള്ളത് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് പല ദിക്കിലും ഇല്ലംനിറ എന്ന ഈ ചടങ്ങ് നടക്കാറുള്ളത്. ഇന്നേ ദിവസം കർഷകരെല്ലാവരും അടുത്തുള്ള ജലാശയങ്ങളിൽ ചെന്ന് ദേഹശുദ്ധി വരുത്തി അവരവരുടെ കർഷക ഇടങ്ങളിൽ നിന്ന് ചെന്ന് ഏറ്റവും ശുദ്ധമായിട്ടുള്ളതും ഏറ്റവും പുതിയതുമായിട്ടുള്ള കുറച്ച് നെൽക്കതിർ കറ്റയാക്കി അത് തലച്ചോടാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് പൂജിക്കുന്ന ഒരു രീതിയുണ്ട്. ആ കൊണ്ടുവരുന്ന കതിർക്കറ്റകളെ മഹാലക്ഷ്മി സാന്നിധ്യമായിട്ടാണ് കണക്കാക്കുക. ആ കതിർക്കറ്റകൾ ആ ക്ഷേത്രത്തിലെ ആചാര്യനാരോ അദ്ദേഹം പൂജിക്കുന്നു. ആ പൂജിച്ച പ്രസാദമായിട്ടുള്ള കതിർക്കറ്റകൾ അല്ലെങ്കിൽ നെൽക്കതിരുകൾ ഭക്തർക്കായി വിതരണം ചെയ്യാറുണ്ട്. ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യമായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഈ കതിർക്കറ്റുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചില വായ്ത്താരികളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് വീട്ടിലെ കുട്ടികളും മുതിർന്നവരൊക്കെ ഈ മഹാലക്ഷ്മി സാന്നിധ്യത്തോട് കൂടിയിട്ടുള്ള കതിർക്കറ്റകളെ വീടുകളിലേക്ക് ആനയിക്കുക. പലപ്പോഴും നിറ പൊലി തുടങ്ങിയിട്ടുള്ള വായ്ത്താരികൾ ചൊല്ലാറുണ്ട്. അല്ലെങ്കിൽ പ്രശസ്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇല്ലം നിറ, വല്ലം നിറ, കൊല്ലം നിറ, പത്തായം നിറ എന്നൊക്കെ രീതിയിലുള്ള വളരെ രസകരമായിട്ടുള്ള വായ്ത്താരികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചൊല്ലാറുണ്ട്. ഇല്ലം നിറ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട് സമൃദ്ധിയുള്ളതാവട്ടെ എന്നുള്ളതാണ്. വല്ലം നിറ എന്നുള്ള ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ കൊട്ട, എൻ്റെ ഈ ഭാണ്ഡം മുഴുവൻ ധാന്യം കൊണ്ടും സമൃദ്ധി കൊണ്ടും നിറയട്ടെ എന്നാണ്. പത്തായം നിറ എന്നുള്ളത് കൊണ്ട് നമ്മളുടെ വീടിനകത്തുള്ള പത്തായം മുഴുവൻ ധാന്യങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സമൃദ്ധി കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയട്ടെ എന്നുള്ള സങ്കല്പമാണ്. കൊല്ലം നിറ എന്നുള്ള ശബ്ദം കൊണ്ടാവട്ടെ ഒരു വർഷക്കാലം മുഴുവൻ വീട്ടിൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് സങ്കല്പം. ഇങ്ങനെ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള വരികളാണ് ഈ ഈരടികളായിട്ട് ചൊല്ലുന്നത്. ഇങ്ങനെ ഈ വായ്ത്താരികളുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന കതിർക്കറ്റകൾ ഒരു നിലവിളക്കിൻ്റെ സാന്നിധ്യത്തോടു കൂടി വേണം എതിരേൽക്കാൻ എന്നാണ്. കാരണം കയറി വരുന്നത് മഹാലക്ഷ്മിയാണ്. എങ്ങനെയാണോ കർക്കിടക മാസാചരണത്തിന് തൊട്ട് മുമ്പായി പല മലയാളി ഭവനങ്ങളിലും ഈ ശിവോതി അകത്ത് ജ്യേഷ്ഠാ ഭഗവതി പുറത്ത് എന്നുള്ളൊരു ചടങ്ങ് നടത്തുന്നത്, അതിൻ്റെ ഒരു തനിയാവർത്തനം പോലെ തന്നെയാണ് ഇല്ലംനിറ ചടങ്ങ്. ഇവിടെ കയറി വരുന്ന ആ കതിർക്കറ്റകളിൽ ഓരോ ഭക്തനും ഓരോ വീട്ടുകാരും കാണുന്നത് സാക്ഷാൽ ഐശ്വര്യ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് ദേവിയെ അഷ്ടമംഗല്യം കൊണ്ടും നിലവിളക്ക് കൊണ്ടും ധൂപദീപ ചന്ദനങ്ങൾ കൊണ്ടും എതിരേറ്റ് ആ കതിർക്കറ്റകളിലുള്ള ഓരോ നെൽക്കതിരും വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സൂക്ഷിക്കും. അടുത്ത ഇല്ലംനിറ വരെ ആ കതിർക്കറ്റകൾ അവിടെ ഉണ്ടാവണം എന്നാണ് സങ്കല്പം. അതിൻ്റെ ഭാഗമായിട്ട് ഈ കതിർക്കറ്റകളെ ചേർത്ത് കെട്ടാനായി വിശേഷപ്പെട്ട ഒരു വള്ളി ഉപയോഗിക്കാറുണ്ട്. പല ഭാഗങ്ങളിലും അതിന് വള്ളുവനാട് പ്രദേശത്തൊക്കെ ഒഴിഞ്ഞ എന്ന് വിളിക്കും. ചില ഭാഗങ്ങളിൽ കാഞ്ഞിരത്തിൻ്റെ വള്ളി ഉപയോഗിക്കാറുണ്ട്.
ഇങ്ങനെ വിശേഷമായിട്ടുള്ള വള്ളികൾ കൊണ്ട് കെട്ടി പത്തായത്തിലും അകത്തളങ്ങളിലൊക്കെ ഈ ഇല്ലം നിറയുടെ നെൽക്കതിരുകൾ സൂക്ഷിക്കുന്ന രീതി പണ്ട് മുതലേ നമുക്കുണ്ടായിരുന്നു. അതിൽ കാണുന്നത് കേവലം നെൽക്കതിരല്ല, അത് സാക്ഷാൽ ഭഗവതിയാണ് എന്നാണ് സങ്കല്പം. കാരണം കൃഷി നന്നായാൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു സമൃദ്ധി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ പ്രാർത്ഥന ഈ ഒരു കർക്കിടക മാസം, ഈ പഞ്ഞക്കർക്കിടകമായിട്ടുള്ള അല്ലെങ്കിൽ കള്ളക്കർക്കിടകമായിട്ടുള്ള ഈ മാസം കഴിഞ്ഞാൽ പൊന്നിൻ ചിങ്ങം വരാനിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും ഈ ദേശത്തും എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാവണേ, ആർക്കും പട്ടിണി ഉണ്ടാവരുതേ, ഞങ്ങളുടെ പത്തായങ്ങളും ഞങ്ങളുടെ വീടുകളൊക്കെ ധാന്യങ്ങൾ കൊണ്ട് നിറയണേ എന്നുള്ള പരാശക്തിയോടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ ഇല്ലം നിറ എന്ന് വിളിക്കപ്പെടുന്ന ചടങ്ങ്. അതുകൊണ്ട് തന്നെ അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് വിശേഷപ്പെട്ട ചില വിഭവങ്ങളും ഇല്ലം നിറ സമയത്ത് ദേവിക്ക് നേദിക്കാറുണ്ട്. കണ്ണട എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ അട എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭവം ഈ സമയത്ത് മഹാലക്ഷ്മിക്ക് നേദിക്കുന്നത് വളരെയധികം വിശേഷമാണ്. ഇതിനോടൊപ്പം തന്നെ ഈ പുതിയ കതിര് കൊയ്ത് അതിൽ നിന്ന് കിട്ടുന്ന അരി, അതായത് പുത്തരി എന്ന് വിളിക്കും, ആ പുത്തരി കൊണ്ടുണ്ടാക്കുന്ന വിശേഷപ്പെട്ട പായസം, ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള കതിരാണ്, അത് കൊയ്തുണ്ടാക്കിയിട്ടുള്ള പായസമാണ്, അത് നേദിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. പുത്തരി പായസം എന്ന പേരിൽ ആ നേദ്യവും സമർപ്പിക്കാറുണ്ട്. ഇങ്ങനെ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഭക്തിയും ആത്മീയതയും കൂടെ ചേർത്ത് വെച്ച് നടത്തുന്ന ഏറെ വിശേഷപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് ഇല്ലംനിറ. ഈ ഇല്ലംനിറയൊക്കെ കണ്ടു വേണം നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ വളരാൻ. കാരണം കൃഷി എന്ന് വിളിക്കപ്പെടുന്ന മഹത്തായിട്ടുള്ളൊരു സംസ്കാരം മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഈ ഒരു അനുഷ്ഠാനം തെളിയിക്കുന്നു. ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.